ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് വാർ എന്ന് പറയുന്നത്. വാർ ബൈ ലൂഗി പിരാൻഡല്ലോ. ആ കഥാകൃത്തിന്റെ പേരൊന്ന് ഓർത്തു വെക്കുക, ലൂഗി പിരാൻഡല്ലോ. ഓക്കെയാണ്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിലെ ഏകദേശം 6 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ഫ്രണ്ട്സിന് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക. അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐഡിയ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് തരാം. ഈ ഒരു പാഠഭാഗം അറിയാത്ത കുട്ടികളാണെങ്കിൽ അവർക്കൊരു ഐഡിയ തരണ്ടേ. വാർ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തില് ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അതായത് ഈ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു വാറിന്റെ ഒരു 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 ഇതെന്താന്ന് വെച്ചാല്, ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടല്ലോ, ഏകദേശം 1914 ടു 1918 ആ ഒരു കാലഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. ആ ഒന്നാം ലോക മഹായുദ്ധത്തില് ഒരു അച്ഛനും അമ്മയുണ്ട്. അപ്പൊ അവരുടെ മകൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ആർമിയിൽ ആ ഒരു സമയത്ത് ചേരുകയാണ്. ആ ഒരു സമയത്ത് ഈ കഥ നടക്കുന്നത് ഇറ്റലിയിലാണ്. അപ്പം ഇവരുടെ മകൻ എന്ന് പറയുന്നത്, ഈ ഒരു അച്ഛന്റെയും അമ്മേന്റെയും മകൻ എന്ന് പറയുന്നത് റോമിലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ. അപ്പൊ അവൻ എന്ത് ചെയ്യാണ്, ആർമിയിൽ ചേരുകയാണ് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തില് ആ ഒരു സമയത്ത്. എന്നാൽ ഈ രക്ഷിതാക്കൾ അറിഞ്ഞിരുന്നത് ആദ്യത്തെ 6 മാസം ഈ യുദ്ധം ഒന്നും പങ്കെടുക്കില്ല, മകൻ യുദ്ധമുഖത്തേക്കൊന്നും പോകില്ല എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഒരു 3 ദിവസം കൊണ്ട് ഈ ഒരു മകനും യുദ്ധഭൂമിയിലേക്ക് പോകും എന്നുള്ളൊരു മെസ്സേജ് ആർക്ക് കിട്ടുകയാണ്, ഈ രക്ഷിതാക്കൾക്ക് കിട്ടുകയാണ്. അപ്പൊ ആ സമയത്ത് ഇവരുടെ മനോവിഷമവും അങ്ങനെ അവിടെയുള്ള മറ്റു ആൾക്കാരുടെ വിഷമവും ഒക്കെയാണ് ഈ പാഠഭാഗം നമ്മോട് സംസാരിക്കുന്നത്. ഓക്കെയാണ്. അതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദ്യത്തിലേക്ക് കടക്കാം. വാർ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ഒരു പാഠഭാഗത്തില്. അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അച്ഛനും അമ്മയുണ്ട്, അതായത് ഒരു കപ്പിൾ ഉണ്ട്. അവരുടെ മകൻ എന്താണ്, റോമിലെ വിദ്യാർത്ഥിയാണ്. എന്നാൽ ആ മകൻ എന്ത് ചെയ്യാണ്, ആർമിയിൽ ജോയിൻ ചെയ്യാണ്. അങ്ങനെ ആ ഒരു മകൻ യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു രക്ഷിതാക്കളുടെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ. അതേപോലെ തന്നെ ബാക്കി ഒരുപാട് രക്ഷിതാക്കളുടെ മക്കൾ ഇതേപോലെ യുദ്ധത്തിന് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ ചില മക്കള് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള രക്ഷിതാക്കളുടെ വിഷമവും ഈ ഒരു ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അതായത് മകൻ ഇങ്ങനെ യുദ്ധത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ അവരുടെ വിഷമവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെയാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിലേക്ക് കടക്കാം. വാർ ഈസ് നോട്ട് ഓൺലി അബൌട്ട് പാട്രോട്ടിസം ബട്ട് ഓൾസോ അബൌട്ട് പാരന്റൽ ഗ്രീഫ്. എക്സ്പ്ലെയിൻ. വാർ എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് നോട്ട് ഓൺലി അബൌട്ട് പാട്രോട്ടിസം എന്ന് വെച്ചാൽ എന്താ, രാജ്യസ്നേഹം. യുദ്ധം എന്ന് പറയുന്നത് രാജ്യസ്നേഹം മാത്രമല്ല, പക്ഷേ എന്തുകൂടിയാണ്, പാരന്റൽ ഗ്രീഫ്. എന്താണ് പാരന്റൽ ഗ്രീഫ് എന്ന് വെച്ചാൽ, അതായത് രക്ഷിതാക്കളുടെ മനോവിഷമം കൂടിയാണ്. എക്സ്പ്ലെയിൻ, വിവരിക്കൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് യുദ്ധം എന്ന് പറയുന്നത് രാജ്യസ്നേഹമായിരിക്കാം, എന്നാൽ ആ രാജ്യസ്നേഹത്തോടൊപ്പം തന്നെ അവരുടെ ആ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ രക്ഷിതാക്കളുടെ മനോവിഷമം കൂടി അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. പിരാൻഡല്ലോസ് വാർ, അതായത് പിരാൻഡല്ലോ എന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്ന കഥാകൃത്തിന്റെ പേരാണ്. ഓക്കെ. അപ്പൊ പിരാൻഡല്ലോസ് വാർ beautifully shows that war is not fought only on the battlefield but also in the hearts of parents. അതായത് പിരാൻഡല്ലോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു വാർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഈ ഒരു പാഠഭാഗം എന്താണ് വളരെ മനോഹരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് കാണിച്ചു തരുന്നത്, യുദ്ധം എന്ന് പറയുന്നത് യുദ്ധഭൂമിയിൽ നടക്കുന്ന ഒരു തർക്കം അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യം മാത്രമല്ല, അവിടെ നടക്കുന്ന ഒരു തീഗോളം മാത്രമല്ല, പകരം രക്ഷിതാക്കളുടെ ഹൃദയത്തിൽ നടക്കുന്ന ഒന്നുകൂടിയാണ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നുമില്ല, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യുദ്ധഭൂമിയിൽ നടക്കുന്ന ആ ഒരു യുദ്ധം ആരുടെ മനസ്സിലാണ് തീ കോരിയിടുന്നത്, ആരുടെ മനസ്സിൽ കൂടി തീ കോരിയിടുന്നുണ്ട്, നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ കൂടി തീ കോരിയിടുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ നോക്കുക, ഇവിടെ യുദ്ധം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു ചെറിയൊരു വഴക്കായിക്കോട്ടെ, നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് വഴക്ക് കൂടിയെന്ന് അറിയുമ്പോഴേ നിങ്ങളുടെ രക്ഷിതാക്കൾക്കുള്ള ആ ഒരു ടെൻഷൻ ഓർത്താൽ മതി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Pirandello's war beautifully shows that war is not fought only on the battlefield but also in the hearts of parents. അതായത് യുദ്ധം എവിടെ മാത്രമല്ല നടക്കുന്നത്, ഈ യുദ്ധഭൂമിയിൽ മാത്രമല്ല, പകരം രക്ഷിതാക്കളുടെ ഹൃദയത്തിൽ കൂടിയാണ്.
ഓൺ ദി സർഫേസ് ദി പാസഞ്ചേഴ്സ് ഇൻ ദ ട്രെയിൻ സ്പീക്ക് അബൌട്ട് പാട്രോട്ടിസം. അതായത് ഈ ഞാൻ പറഞ്ഞ ഈ രക്ഷിതാക്കളുണ്ടല്ലോ, അച്ഛനും അമ്മയും, അപ്പം അവര് ഒരു ട്രെയിൻ യാത്രയിലാണുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ട്രെയിനിലുള്ള എല്ലാവരും, ബാക്കിയുള്ള എല്ലാവരും ഈ ട്രെയിനിൽ എന്താണ് ഈ അച്ഛനും അമ്മയും ഇങ്ങനെ അറിയുകയാണ് ആ മകൻ ഇങ്ങനെ യുദ്ധഭൂമിയിലേക്ക് പോകുമെന്ന്. അപ്പൊ ആ ഒരു സമയത്ത് ഇവര് ഭയങ്കര ഡള്ളാണ്. കാരണം അയ്യോ എന്റെ മകൻ യുദ്ധഭൂമിയിലേക്കാണ് പോകുന്നത്, അവൻ എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ ഓർത്തിട്ട് ഈ രക്ഷിതാക്കൾ അച്ഛനും അമ്മയും ഭയങ്കര സങ്കടത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് പാസഞ്ചേഴ്സ് ഒക്കെ എന്താണ് പറയുന്നത്, അതിൽ പലരുടെയും മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീരമൃത്യു എന്താണ് സംഭവിച്ചിട്ടുണ്ട്. അതിലെ പലരുടെയും മക്കൾ എന്താണ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പലരുടെയും മക്കൾ എന്താണ് യുദ്ധത്തിലേക്ക് ഇതുപോലെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്താണ് പറയുന്നത്, രാജ്യസ്നേഹത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്പീക്ക് അബൌട്ട് പാട്രോട്ടിസം, അതായത് നമ്മളുടെ മക്കൾ എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പൊരുതിയത് എന്നൊക്കെ പറയാണ്. They say that children belong to the country. അവര് പറയാണ് നമ്മുടെ മക്കള് രാജ്യത്തിന് വേണ്ടിയുള്ള കുട്ടികളാണ്. Not to their parents. രക്ഷിതാക്കൾക്ക് വേണ്ടി മാത്രമുള്ളവരല്ല. And that dying for the homeland is the noblest end. അവരെന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല മരണമല്ലേ അത് എന്ന്. The stout man even boasts that he does not wear mourning because his son died a hero. സ്റ്റൗട്ട് മാൻ എന്ന് വെച്ചാൽ അല്പം തടിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ്, അദ്ദേഹം ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രികനാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇവരുടെ ഇങ്ങനെ ഒരു കോൺവെർസേഷനിലൊക്കെ ഇങ്ങനെ പറയാണ്, അതായത് എൻ്റെ മകൻ ഇവങ്ങനെ യുദ്ധത്തിൽ പോയിട്ട് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ആ മകൻ മരിച്ചതായിട്ടോ അല്ലെങ്കിൽ ഞാൻ അവനെ ആ ഒരു മരിച്ചതിൽ ഞാൻ ഒരിക്കലും സങ്കടപ്പെടില്ല. കാരണം എൻ്റെ മകൻ ഒരു വീരനായിട്ടാണ് മരിച്ചത്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ പൊരുതിയത് എന്നൊക്കെ പറയാണ്. ബട്ട് ബിഹൈൻഡ് ഓൾ ദീസ് ബ്രേവ് വേർഡ്സ്, എന്നാൽ ഈ എന്താണ് ഇങ്ങനെയുള്ള ബ്രേവ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ധീരമായിട്ടുള്ള വാക്കുകൾക്കപ്പുറം ദർ ഈസ് അനദർ ട്രൂത്ത്, അവിടെ മറ്റൊരു സത്യമുണ്ട്. ദ ഡീപ് ഗ്രീഫ് ഓഫ് പാരൻസ്, രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ മനോവിഷമം. അല്ല, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആശ്വസിക്കുമ്പോഴും അവരുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ട്, തൻ്റെ മക്കള് ഇങ്ങനെ വേർപിരിഞ്ഞിട്ടുള്ള മനോവിഷമം അവരുടെ ഉള്ളിലുണ്ട്. ദി വുമൻ in this story cannot stop crying for her only son, and even the stout man who talks like a strong patriot breaks down when he is reminded that his son is really dead. ദി വുമൻ ഇൻ ദി സ്റ്റോറി, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛനും അമ്മയുണ്ടല്ലോ, അതിലെ ആ അമ്മ എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ മകനേ ഉള്ളൂ. ആ മകനാണ് യുദ്ധഭൂമിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പം ആ ഒറ്റ മകനെ ഓർത്തുകൊണ്ട് ഇവരിങ്ങനെ സങ്കടപ്പെടുകയാണ്. അവർക്ക് എന്താണ് അവരുടെ വിഷമം അടക്കി വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈവൻ ദി സ്റ്റൗട്ട് മാൻ, ആ ഒരു സ്റ്റൗട്ട് മാൻ എന്ന് പറഞ്ഞാൽ അല്പം തടിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ഹു ടോക്സ് ലൈക്ക് എ സ്ട്രോങ് പാട്രിയോട്ട്, അദ്ദേഹം എന്താണ് ഏറ്റവും കടുത്ത ഒരു രാജ്യസ്നേഹിയായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴും ബ്രേക്സ് ഡൗൺ വെൻ ഹി ഈസ് റിമൈൻഡഡ് ദാറ്റ് ഹിസ് സൺ ഈസ് റിയലി ഡെഡ്. അദ്ദേഹത്തിന്റെ മകൻ യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് ആലോചിക്കുമ്പോൾ, അദ്ദേഹത്തിന് ഓർമ്മ വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, തകർന്നു പോകുന്നുണ്ട്. ദിസ് ഷോസ് us that patriotism may give words of comfort, but a parent's sorrow is far greater. ഇതെന്താണ് നമ്മളെ തെളിയിക്കുന്നത്, ഇതെന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പാട്രോട്ടിസം, രാജ്യസ്നേഹം എന്ന് പറയുന്നത് വലിയ മഹത്തരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിനെക്കാളിലുമൊക്കെ എന്തുണ്ട്, നമ്മുടെ രക്ഷിതാക്കളുടെ ഉള്ളിൽ ഏറ്റവും വലിയ മനോവിഷമം ഇങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. A country may be proud of its heroes, but a mother and father can never easily accept the loss of their child. ഈ പാഠഭാഗം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യം എന്താണ് ഇങ്ങനെയുള്ള ഹീറോസിനെ, ഇങ്ങനെയുള്ള ആൾക്കാരെ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് രാജ്യവും ആ രാജ്യത്തെ സ്നേഹിക്കുന്നവരും മറ്റാൾക്കാരും ഒക്കെ കാണുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഒരു അമ്മക്കും അച്ഛനും തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടത് ഒരു വേദന തന്നെയാണ്. Thus, war is both about love for the country and the heartbreaking grief of parents. ഈ യുദ്ധം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മെ തെളിയിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, മറ്റൊന്ന് എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ മനോവിഷമം. ഓക്കെ, ഇത് രണ്ടും എന്താണ് റെസ്പെക്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഈ ഒരു പാഠഭാഗം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെയാണ്, ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഉത്തരം ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു പാഠഭാഗത്തിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, പരമാവധി ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും
കമൻറ്റിലൂടെ കൃത്യമായിട്ട് നിങ്ങൾ പറയുക. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. See you soon in next video. Bye. അതോടൊപ്പം തന്നെ ഈ എഴുതിയ വ്യക്തിയുടെ പേര് മറന്നു പോകരുത്, ല്യൂഗി പിരാൻഡല്ലോ. ഓക്കെ, സോ see you soon in next video. Bye.